الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, നമ്മെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്കെല്ലാമുള്ള റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവന്റെ ദൈവീക മതമായ ഇസ്ലാമാകുന്ന ഈ സമ്പൂർണമായ മതത്തെ ജീവിതത്തിലുടനീളം സ്വീകരിച്ച് അല്ലാഹുവിന്റെ നല്ലവരായ അടിമകളായി ജീവിതത്തെ പരിവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കി സത്യത്തിന്റെ പാതയിൽ അടിയുറച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്കെല്ലാം നന്മയുള്ള, ഖൈറുള്ള ഒരു ജീവിതവും സന്തോഷകരമായ ഒരു പരലോക ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അധ്വാനിക്കുന്നവരാണ്. ആ അധ്വാനങ്ങൾ അവന് ഗുണം കിട്ടണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നവനാണ്. അധ്വാനിച്ചതിന്റെ ഫലം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിന്റെ വലിയ ശബ്ദകോലാഹലങ്ങളെല്ലാം അവസാനിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇനി ഒരു മാസം കഴിയണോ, അത്രയൊന്നും കാത്തു നിൽക്കാൻ, ഒരു റിസൾട്ടിനെ കാത്തു നിൽക്കാൻ മനുഷ്യന് ക്ഷമയില്ല എന്നത് എല്ലാവർക്കും അറിയാം. എന്നതുപോലെ മനുഷ്യൻ അവന്റെ ഏതൊരു അധ്വാനത്തിനും ഒരു ഫലം കിട്ടണം, റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, അധ്വാനിച്ച, വാത്തോരാതെ സംസാരിച്ചവരാണ് നമ്മൾ. ഇടക്ക് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നാളെ നമ്മുടെ വിജയത്തിനു വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ ജയപരാജയങ്ങൾക്ക് ഒരുപക്ഷേ ഇനിയും അവസരങ്ങളുണ്ട്. ഇവിടുത്തെ ജയപരാജയങ്ങളിൽ തിരുത്താനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ വരാനിരിക്കുന്ന പരലോകമാകുന്ന നമ്മുടെ സ്വന്തം റിസൾട്ട് പരിശോധിക്കുന്ന ദിവസം സെക്കൻഡ് ചാൻസ് ഇല്ല. ഒന്ന് നന്നായി ശരിയായി വരാനുള്ള അവസരമില്ല. അടുത്തതിൽ ശരിയാക്കാമെന്ന പ്രതീക്ഷയില്ല.
അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, നാളെ അള്ളാഹുവിന്റെ പരലോക കോടതിയിൽ ഓരോരുത്തർ കൊണ്ടുവരുന്ന കർമ്മങ്ങളുടെ ഭാരമനുസരിച്ച് അവന്റെ ജയപരാജയം തീരുമാനിക്കും. فمن ثقلت موازينه فأولئك هم المفلحون. ആരുടെ തുലാസിലാണോ കർമ്മങ്ങൾ കൊണ്ട് ഭാരമേറി മാറുന്നത് അവരായിരിക്കും യഥാർത്ഥ വിജയികളായി മാറുന്നത്. ആ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ആരെയാണോ മാറ്റപ്പെടുന്നത്, فمن زحزح عن النار وأدخل الجنة فقد فاز. ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പുറത്തുള്ള മനോഹരമായ സമാധാനത്തിന്റെ ലോകമായ സ്വർഗത്തിൽ ആരെയാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവനാണ് വിജയി, അവനാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുള്ള ആളുകൾ. സുഹൃത്തുക്കളെ, സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ട് അത് നിശ്ചയിക്കപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു, തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് രണ്ടും ഒരുപോലെയാണെന്നൊരിക്കലും ഒരാളും പറയൂല, സമ്മതിക്കൂല. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗക്കാരും നരകക്കാരും സമമല്ല, ഒരിക്കലും ഒരിക്കലും ഒരു നിലക്കും അവർ യോജിക്കുന്നവരല്ല, രണ്ടും വ്യത്യസ്തമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉലൈക അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. രണ്ടും വിജയിക്കില്ല. വിജയിക്കുന്നവർ സ്വർഗത്തിലെത്തുന്നവർ മാത്രമാണ്. നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കുക, നമ്മുടെ ഈമാൻ പരിശോധിക്കുക, നമ്മുടെ ഇഖ്ലാസ് പരിശോധിക്കുക, നമ്മുടെ സ്വകാര്യതകൾ പരിശോധിക്കുക, വ്യക്തി ജീവിതം ആലോചിക്കുക, നമ്മുടെ ദാമ്പത്യ ജീവിതം ചിന്തിക്കുക, നമ്മുടെ സാമ്പത്തിക മേഖല പരിശോധിക്കുക. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ വിജയിക്കുന്ന സ്വർഗത്തിലേക്ക് എത്താനുള്ള നിബന്ധനകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? അതെല്ലാം പാളിപ്പോകുന്ന തെറ്റിപ്പോകുന്ന ആസൂത്രണങ്ങൾ ാണോ നമ്മുടെ കയ്യിൽ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തപ്പെടുക. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി മനുഷ്യരെ കൊണ്ടുവരികയാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി തഖ്വ പാലിച്ച നല്ലവരായ മനുഷ്യന്മാരെ നയിച്ചു കൊണ്ടുവരികയാണ്. അവരാ സ്വർഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കും. അവര് തള്ളി തുറക്കണ്ട, തുറന്നു തരാൻ അവിടെ ആളുകളുണ്ട്, ആനയിക്കാൻ ആളുകളുണ്ട്, സ്വീകരിക്കാൻ ആളുകളുണ്ട്. വലിയ പ്രൗഢിയോടെ വലിയ വിജയ ജേതാക്കളായി അവരെ നയിക്കുകയാണ് സ്വർഗത്തിലേക്ക്. സ്വർഗത്തിന്റെ മാലാകമാരവിടെ കാത്തിരിക്കുകയാണ്. വഖാല ലഹും ഖസനതുഹാ. ആ സ്വർഗത്തിന്റെ മാലാകമാർ, കാവൽക്കാരവിടെ വെച്ച് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട്. എന്തുകൊണ്ടാണ്? ത്വിബ്തും, നിങ്ങൾ അതിനു മാത്രം നല്ല കാര്യങ്ങൾ ചെയ്തവരാണ്. സലാമുൻ അലൈക്കും ത്വിബ്തും, നിങ്ങൾ ഒരുപാട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സലാമാണ്, സമാധാനമാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഒരു ദിവസത്തിനല്ല, 4 കൊല്ലത്തിനല്ല, 10 കൊല്ലത്തിനല്ല. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതരായി എന്നേക്കുമായി മരണമില്ലാതെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ചിന്തിക്കാൻ ആലോചിക്കാൻ കഴിയേണ്ടതുണ്ട്. എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ് നമ്മുടെ വാർത്തകളിൽ, ചാനലുകളിൽ, മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് രോഗിയായി മാറുന്നു, തളർന്നു വീഴുന്നു, ആക്സിഡന്റുകൾ സംഭവിക്കുന്നു. കൊല്ലങ്ങളോളം മറ്റൊരാൾ കുളിപ്പിക്കേണ്ടി വരുന്ന, എണീപ്പിച്ചിരുത്തേണ്ടി വരുന്ന, മലമൂത്ര വിസർജനത്തിന്റെ കാഷ്ടം വരെ കോരിയെടുക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ് മാറ്റപ്പെടുന്നത്. നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്, ഒരു രോഗവുമില്ലാത്തവരാണ് പെട്ടെന്ന് മരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഗൾഫ് രാജ്യത്ത് ഇന്നേറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഓരോ അറബ് രാജ്യങ്ങളിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ്. കൂടെ കിടന്നുറങ്ങുന്ന ആളുകൾ രാവിലെ മരിച്ച വാർത്ത. പ്രവാസികളിൽ നല്ലൊരു ശതമാനം ആളുകളും 55-ന്റെയും 25-ന്റെയും ഇടയിലുള്ളവരാണ്.
അവർക്കിടയിൽ മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ എത്ര പേരാണ് ചെറിയ 40-45 വയസ്സുള്ള യുവാക്കളായ ആളുകൾ മരിച്ചു വീഴുന്ന, അറ്റാക്ക് സംഭവിക്കുന്ന സംഭവങ്ങൾ എത്ര ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ, ഇതൊക്കെ അവർക്ക് മാത്രം ബാധകമാണ്, ഇതൊന്നും നമുക്ക് ബാധകമല്ല, ഇതൊന്നും എനിക്ക് വരൂല, എന്റെ വീട്ടിൽ വരൂല, എന്റെ കുടുംബത്തിലൊന്നും ഇത് സംഭവിക്കൂല എന്നൊരാളും ധരിക്കേണ്ടതില്ല. തെറ്റായ ധാരണകൾ നമുക്ക് വേണ്ടതില്ല. എത്ര സമ്പന്നന്മാരായ മനുഷ്യരാണ് തന്റെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര സമ്പന്നന്മാരാണ് പെട്ടെന്ന് ദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കോടീശ്വരന്മാരുടെ ലിസ്റ്റിലായിരുന്നവർ പിന്നീട് വൃദ്ധസദനങ്ങളിലും ആശ്രമങ്ങളിൽ വരെ കഴിഞ്ഞുപോയ എത്ര മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് ഏത് സമയവും മനുഷ്യൻ നയിക്കപ്പെട്ടേക്കാം. ഇന്നലെ വരെ സമ്പന്നനായിരുന്നവൻ നാളെ മുതൽ യാചകനായി മാറുന്ന ഘട്ടം കടന്നുവരേക്കാം. ഇതിന്റെ ഒക്കെ മുമ്പായി മനുഷ്യൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കണം. അവന്റെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിലേക്കുള്ള അവന്റെ സഞ്ചാരമാകണം. ആ ലക്ഷ്യത്തിൽ നിന്ന് അവനെ വഴിതെറ്റിക്കാനാണ് ശൈത്താൻ എല്ലാ കാലത്തും ശ്രമിക്കുന്നത്. നമ്മളടുത്തും വരും, അവൻ മോഹിപ്പിക്കും, കൊതിപ്പിക്കും. ദുനിയാവിൽ അവൻ നമ്മളെ പലതും പറഞ്ഞ് സുഖിപ്പിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങളുടെ പിതാവായ ആദം നബി, നിങ്ങളുടെ മാതാവായ ഹവ്വാ ബീവി, ഇവരെ രണ്ടുപേരെയും മോഹിപ്പിച്ച് കൊതിപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ആ ഇബ്ലീസില്ലേ, ഇപ്പോഴും നിർത്തിവെച്ചിട്ടില്ല പണി. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. യാ ബനീ ആദം, ആദമിന്റെ സന്താനങ്ങളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ ഖറജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഫിത്നകൾ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളെ വസ്വാസിലാക്കി നശിപ്പിക്കുന്നതിനെ നിങ്ങളും സൂക്ഷിച്ചോളൂ. എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇന്നഹു യറാക്കും, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇപ്പോഴും ചില ആളുകളൊക്കെ പറയാണ് പിശാചുണ്ട്, ശൈത്വാനുണ്ട്, ജിന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ വെറും മാറാപ്പുകളാണ്, ഇതൊക്കെ നിങ്ങൾക്കുള്ള തോന്നലുകളാണെന്നാണ് പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഇന്നഹു യറാക്കും, അവൻ നിങ്ങളെ കാണുന്നുണ്ട്. ഇബ്ലീസ് നിങ്ങളെ കാണുന്നുണ്ട്. ഹുവ, അവനും വഖബീലുഹു, അവന്റെ ഗോത്രവും അവന്റെ കൂട്ടാളികൾ, ഒരു ടീം, ഒരു സംഘം ആളുകളുണ്ട്. അവര് നിങ്ങളെ ശരിക്ക് കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ കാണാത്ത ആ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തെറ്റിപ്പിക്കാൻ വരും, നമ്മുടെ സുഖങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കും, നമുക്കിടയിൽ പലതരം ഫിത്നകൾ ഉണ്ടാക്കാൻ അവൻ വരും. വലാ യസുദ്ദന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ, വഴിതെറ്റിപ്പിക്കാതിരിക്കട്ടെ. അവനാരാന്നറിയോ? ഇന്നഹു ലകും അദുവ്വും മുബീൻ, വ്യക്തമായ നിങ്ങൾക്കുള്ള ശത്രുവാണ്. നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അവന്റെ മുമ്പിൽ സ്വകാര്യം പറയോ? അവന് നമ്മൾ സഹായം ചെയ്തു കൊടുക്കോ? അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യോ? നിങ്ങൾക്കുള്ള വ്യക്തമായ ശത്രുവാണ് അവൻ. അവന്റെ ഒരു കാൽപാദങ്ങളും നിങ്ങൾ പിൻപറ്റരുത്. അവനുണ്ടാക്കുന്ന വലയിൽ നിങ്ങൾ ചെന്ന് ചാടരുത്. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അവൻ ഒരുപാട് ശയാത്തീനിൻ്റെതായ ഒരുപാട് കൂട്ടാളികൾ അവനുണ്ട്, ചങ്ങാതിമാരുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? ഇന്നാ ജഅൽന الشياطين أولياء للذين لا يؤمنون, വിശ്വസിക്കാത്ത ആളുകൾ അല്ലാഹുവിൽ അവിശ്വാസികളായി മാറിയിട്ടുള്ള ആളുകളുടെ ഒറ്റ ചങ്ങാതിമാരായി പിശാചുക്കൾ ഉണ്ടാകും. എന്തും തോന്നിപ്പിക്കും, എന്തും ചെയ്തു കളയും, എത്ര പേരെയും കൊല്ലും, ഏത് നിലക്കുമുള്ള ഉപദ്രവങ്ങളും അവർ ചെയ്യാൻ സന്നദ്ധരാകും. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും എത്രയെത്ര കഴിഞ്ഞ പെരുന്നാളിന്റെ ദിവസം വരെ ഒരു കാരണവുമില്ലാതെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു. എത്ര ഗർഭിണികളെ കൊന്നൊടുക്കി. റൈപ്പ് എന്ന് പറയുന്ന ബലാത്സംഗത്തിന്റെ കണക്കുകളൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. എന്ത് ക്രൂരതയും ചെയ്തു പോകുന്നു മനുഷ്യന്മാർ. എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? പിശാച് അവരുടെ
ഉറ്റമിത്രമായി എല്ലാത്തിനും അവന് തോന്നിപ്പിക്കും. നമ്മുടെ സ്വർഗം നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അത് നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു, വിസമ്മതിച്ചു, കിബർ കാണിച്ചു. അവിടുന്ന് സ്വർഗത്തുനിന്ന് പുറത്താക്കിയ സമയത്ത് ഇബ്ലീസ് പ്രഖ്യാപിച്ചൊരു വാക്കുണ്ട്. ഖാല, അവൻ പറഞ്ഞു, റബ്ബി ബിമാ അഗ്വൈതനി, നീ എന്നെ ഈ കോലത്തിലാക്കിയത് കൊണ്ട് ലഉസയ്യിനന്ന ലഹും ഫിൽ അർള്, ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ചീത്തയായ കാര്യങ്ങൾ നല്ലതാക്കി ഞാൻ അങ്ങ് തോന്നിപ്പിക്കും. എന്താ പിന്നെ കുഴപ്പം? തെറ്റ് ചെയ്യല്ല, തെറ്റിനെ ന്യായീകരിക്കുക, തെറ്റ് ചെയ്യുന്നതിനെ ന്യായീകരിക്കുക, അതിന്റെ പിന്നാലെയാവുക, അത് പ്രചരിപ്പിക്കുക. ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ അലങ്കരിക്കപ്പെട്ട പോലെ തോന്നിപ്പിക്കും. വലഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ മൊത്തം ഞാൻ നശിപ്പിക്കും. ഇതിൽ നമ്മളൊക്കെ പെട്ടു, ഇതിൽ നമ്മളെല്ലാരും പെട്ടു. അതുകൊണ്ടാണ് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ, അവൻ കൽപ്പിക്കുന്നത് മുഴുവൻ മോശമായ മ്ലേച്ഛമായ വേണ്ടാത്തരങ്ങളെ ഉണ്ടാകൂ. അക്രമം, അശ്ലീലം, തെറി, കളവ്, വിചാരം, എന്തിനും അവൻ പ്രേരിപ്പിക്കും, കൊതിപ്പിക്കും. അവൻ ശ്രമിക്കും എങ്ങനെങ്കിലും അത് നടപ്പിലാക്കാൻ അവൻ നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ വന്നു. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, നിസ്കരിക്കാൻ വേണ്ടി ഒതുവുണ്ടാക്കി ഭദ്രമായി പള്ളി കയറി നിസ്കരിക്കുകയാണെങ്കിലും റൂമിലിരുന്ന് നിസ്കരിക്കുകയാണെങ്കിലും നമസ്കാരം എത്ര ഹുശൂഇലാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇടക്കിടക്ക് എന്റെ മനസ്സിൽ നിന്ന് എന്തോ ഒരു തെറ്റിപ്പോകലുണ്ട്, ശ്രദ്ധ പോകുന്നുണ്ട്. എന്റെ മനസ്സിന്റെ താളം നിസ്കരിക്കുമ്പോ തെറ്റുന്നുണ്ട് നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഖാൽ ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താന മിൻ സ്വലാത്തിൽ അബ്ദി, പിശാച് റാഞ്ചിയെടുക്കുകയാണ് നിങ്ങളുടെ നിസ്കാരം. ഒരു അടിമയുടെ നമസ്കാരത്തിൽ ശൈത്താൻ വന്ന് അവന്റെ നമസ്കാരത്തെ റാഞ്ചിയെടുക്കും. നമ്മളെ കുറിച്ച് ആലോചിക്കാം. ആയിഷ ബീവി ഇത് പറഞ്ഞുവെങ്കിൽ നമ്മൾ നമസ്കരിച്ച എത്ര നമസ്കാരത്തിൽ നമ്മളെ റാഞ്ചിയെടുത്തിട്ട് നമ്മൾ എന്താ ചൊല്ലിയത്, എത്രയാ നിസ്കരിച്ചത്, ആ നിസ്കാരത്തിനകത്ത് ഞാൻ എത്ര പടച്ചോനെ ഓർത്തത് എന്ന് ഓർമ്മയില്ലാത്ത ഒരു നിസ്കാരം നമുക്ക് വരുന്നുണ്ടോ? സൂക്ഷിക്കാൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്ന് പറയുന്നുണ്ട്, നബിയെ, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ കുഴപ്പമില്ലാതെ അങ്ങനെ ശക്തമായി മുറുകെ പിടിക്കും, പക്ഷെ ഇടക്കെന്തൊക്കെയോ വന്ന് എന്റെ മനസ്സിനെ താളം തെറ്റിക്കുന്ന എന്തോ ഒന്നുണ്ട് നബിയെ. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, യാ ഉസ്മാൻ, ഉസ്മാനേ, അതൊരു ശൈത്താനാണ്. യുഖാലു ലഹു ഖിൻസബുൻ, ഖിൻസബ് എന്ന പേരുള്ള ഒരുത്തനാണ്, മനുഷ്യനല്ല, ഒരു ശൈത്താൻ. അവന്റെ പണി നിസ്കരിക്കാൻ വരുന്നവരെ വസ്വാസിലാക്കുക, നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നീ അള്ളാഹിനോട് കാവൽ ചോദിക്കാനും 3 തവണ തഫ്ലത്ത് നടത്താനും പറഞ്ഞിട്ടുണ്ട്. തഫ്ലത്ത് പറഞ്ഞ ഇടതു ഭാഗത്തേക്കായിട്ട് ഒരു പാറ്റിത്തുപ്പുന്ന രൂപത്തിൽ ശൈത്വാനിന്റെ ശർറിൽ നിന്നുള്ള കാവലിന് വേണ്ടി നബി തങ്ങൾ പഠിപ്പിച്ചൊരു സുന്നത്താ പഠിപ്പിച്ചത്. മഹാന്മാരായ ഉലമാക്കന്മാർ അവിടുന്ന് ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്, ഒരു കോട്ടുവായിടുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഇദാ തസാഅബ അഹദുകും, നിങ്ങളിൽ ഒരാൾ കോട്ടുവായിടുമ്പോ ഫൽയുംസിക് ബിയദിഹി അലാ ഫീ, അവന്റെ വായ പരമാവധി പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഉലമാക്കന്മാർ പറഞ്ഞു, നബി പഠിപ്പിച്ചത് ഫഇന്നഹു യദ്ഖുൽ, ചിലപ്പോൾ അവന്റെ വായയിൽ പ്രവേശിക്കാൻ, പിശാച് പ്രവേശിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഉലമാക്കന്മാർ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം പറഞ്ഞു. എന്നിരുന്നാലും അതിൽ ശ്രദ്ധിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഉലമാക്കന്മാർ അവിടെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചു തരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ സുലൈമാൻ നബിയുടെ ചരിത്രം പഠിപ്പിച്ചു തരാം. അവിടെ ചില ശയാത്തീനുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ സുദീർഘമായ ഒരായത്ത് പഠിക്കാൻ വേണ്ടി പറയാം.
അപ്പൊ ഇവർ ചെയ്യുന്ന പണി പറയാണ്, നല്ല പോലെ ജീവിക്കുന്ന നല്ല ദമ്പതികളെ തമ്മിൽ തെറ്റിക്കുക. നമ്മളൊക്കെ പറയില്ലേ, അവർ തമ്മിൽ ഡിവോഴ്സായി എന്ന് പറയുമ്പോ നമ്മൾ പറയും, എന്ത് നല്ല ജീവിതമായിരുന്നു, ഒരു പ്രശ്നവും പറയാനില്ലാത്ത 2, 3, 4 മക്കളുള്ള കൊല്ലങ്ങൾ ഒരുമിച്ച് ജീവിച്ചവർ ഒരു സുപ്രഭാതത്തിൽ കോടതിയിൽ കയറി വന്ന് ഞങ്ങൾ പിരിയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അവർ ശയാത്തീനുകൾ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഒരു വാണിന്റെയും ഒരു ദമ്പതിയുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ എങ്ങനെയൊക്കെ ഫർക്കുണ്ടാക്കാം, ഭിന്നിപ്പുണ്ടാക്കാമെന്ന് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ലോണം ദാമ്പത്യത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സമുദ്രത്തിന്റെ നടുക്കടലിൽ ഒരു ഭാഗത്ത് എല്ലാ ദിവസവും ശയാത്തീനുകൾ ഒരു യോഗം കൂടും. അപ്പോൾ ചിലര് പറയും, ഞാൻ ഒരുപാട് ആളുകളെ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ശയാത്തീന്റെ നേതാവ് പറയും, കാര്യല്ല, അതൊന്നും വലിയ കാര്യല്ല, ഞാൻ ഒരുപാട് പേരെ കൊലപാതകം ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു, ഇതൊന്നും കാര്യല്ല. അതിൽ ചിലര് വന്നിട്ട് പറയും, ഞാൻ ഇന്ന് ഇത്ര ദമ്പതികളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ശയാത്തീനുകളുടെ കൂട്ടത്തിൽ നിന്ന് അവൻക്ക് അവാർഡ് കൊടുക്കും, ആദരവ് കൊടുക്കും. കാരണം എന്താ, ഒരു ദാമ്പത്യത്തെ തകർത്താൽ ഒരു കുടുംബം തകർക്കലാണ്, ഒരുപാട് ഇബാദത്തുകളെ തകർക്കലാണ്, ഒരുപാട് സമാധാനം കെടുത്തലാണ്. അത് അവർക്ക് വലിയ നേട്ടമായാണ് അവർ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാമ്പത്യം ഏറെ മനോഹരമാക്കാൻ ഈ വിഷയം കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. പിശാചുക്കൾ എപ്പോഴും ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി, പിശാചുക്കളുടെ ഗൂഢാലോചന സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കണമെന്നതാണ്. അവര് വിഷമിക്കണം, അവരെ തളർത്തണം. പക്ഷെ അറിഞ്ഞോളൂ, അവർക്കങ്ങനെ ദോഷം വരുത്താനൊന്നും കഴിയില്ല. ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാന്റെ അനുവാദമില്ലാതെ. അങ്ങനെ ആവശ്യമില്ലാത്ത പേടിയും വേണ്ട. നമ്മൾ ചെയ്യേണ്ടതായ സുരക്ഷിതമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. രാത്രിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ തലക്കുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോ കുറെ മര്യാദയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒതുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറയുന്നുണ്ട്, കുറച്ച് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ തലക്കുഭാഗത്തിരുന്നു കൊണ്ട് പിശാച് 3 കെട്ടുകൾ കെട്ടിവെക്കുന്നുണ്ട്. അത് ഊരിപ്പോരണമെങ്കിൽ അതിന്റെ ചില പണികൾ ചെയ്യാനുണ്ട് അയാൾ. അപ്പൊ ഇങ്ങനെ മനുഷ്യനുമായി അവന്റെ ജീവിതത്തെ ബന്ധിപ്പിക്കുമ്പോൾ ഇസ്ലാം പറയാണ്, അതിന് പരിഹാരം കാണണം. ഞാൻ ചുരുക്കൊരൊറ്റ പറച്ചിലങ്ങ് പറയാൻ ആഗ്രഹിക്കുക. പരിഹാരമുണ്ട്. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ, നമ്മുടെ സ്വർഗം കളയാൻ, നമ്മുടെ ലക്ഷ്യം തെറ്റിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെതിരെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വീടുകളിൽ പാരായണം ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് ഖുർആനോത്ത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കും, സത്യല്ലേ? പണ്ട് നമ്മളെ വീട്ടിൽ വല്യമ്മയും എശാ മഗ്രിബിന്റെ ഇടയിൽ നിന്ന് ഓതിയിരുന്ന ആയത്തുകളുടെ എണ്ണം, ശബ്ദം അപ്പുറത്തെ വീട്ടിൽ കേൾക്കുമായിരുന്നു. പണ്ടൊരു വീട്ടിന്റെ പുറത്തുകൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ കേൾക്കുക, ആ വീടുകളിൽ നിന്നൊക്കെ ഖുർആനിന്റെ പാരായണങ്ങളായിരുന്നു. ഇന്നെവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ, വീട് നിങ്ങൾ ഖബറിടങ്ങളാക്കരുത്. ഖബറങ്ങ ഖുർആൻ ഓത്തുണ്ടാകൂല. വീട് അതുപോലെയാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈതി, പിശാച് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയോടും. ഏതാണ് ആ വീട്? അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ. തുടങ്ങണം പ്രിയപ്പെട്ടവരെ. നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ട്? കഴിയാവുന്ന പോലെ ഇന്ന് എല്ലാ പേജും ഒരു ദിവസം ഓതി തീർക്കാൻ കഴിയില്ലേ? ബാക്കി നാളെ അൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്. അള്ളാഹുവിനോട് ഇസ്തിആദ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. എപ്പോഴെങ്കിലും നമ്മളെ തെറ്റായ വല്ല ചിന്തകളോ വാക്കുകളോ വന്നു പോകുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ, പിശാചിൽ നിന്ന് നിനക്ക് വല്ല ദുഷിച്ച പ്രേരണകളും വരികയാണെന്ന് തോന്നിയാൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹിനോട് കാവൽ ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തു പറയില്ല, കാണുമ്പോഴത്തേക്ക് ദേഷ്യം പിടിക്കുക,
സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തെറി വരിക, എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വയലന്റ് ആവുക. നസ്ഖുണ്ടാകുമ്പോ തോന്നുമ്പോ നീ ഇസ്തിആദ ചോദിക്കാൻ മറക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിനോടാണ് ഖുർആൻ പറയുന്നത്, വഖുൽ നബിയേ നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. വീട്ടിൽ പോയിട്ട് സൂറത്തുൽ മുഅ്മിനൂനിന്റെ 97 98 രണ്ടായത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പിശാചിന്റെ എല്ലാ ദുർമന്ത്രങ്ങളിൽ നിന്നും റബ്ബേ എനിക്ക് കാവൽ നൽകണം. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അവൻ എന്റെ അടുത്ത് സന്നിഹിതനാകുന്നതിൽ നിന്ന് റബ്ബേ നീ എനിക്ക് കാവൽ നൽകണം, എന്റെ അടുത്തവൻ വരരുത്. വന്ന നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ലോല മനസ്സിന്റെ ഉടമകളാണ്, നമുക്കും സംഭവിക്കാം. അത് വരാതിരിക്കാൻ രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലാൻ പറഞ്ഞ ദിക്റുണ്ട്. ഒരു 33 തവണ സുബ്ഹാനല്ലാഹ് പറയാൻ ഇരിക്കാൻ ഒഴിവില്ലാത്ത ആൾക്കാരെ നമ്മള്. പക്ഷേ ഇതൊക്കെ വേണ്ട ഒരു കാലം ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മൾ. 100 തവണ രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അന്ന് വൈകുന്നേരം വരെ നമുക്ക് പ്രൊട്ടക്ഷനാണ്. വൈകുന്നേരം 100 തവണ ചൊല്ലിയാൽ ഇതിന് ജോലി തടസ്സമൊന്നുമില്ല, ജോലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇത് നടക്കും, യാത്രന്റെ ഇടയിൽ നടക്കും. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ശയാത്തീനുകളുടെ ശർറിൽ നിന്ന് നിനക്ക് സുരക്ഷയൊരുക്കുന്ന പഠിപ്പിച്ചത്. വീട്ടിൽ നിന്ന് എപ്പ പടിയിറങ്ങുന്നുവോ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിനെ തവക്കുല് ചെയ്ത് പ്രാർത്ഥിച്ച് പടിയിറങ്ങുന്ന, അള്ളാഹിന്റെ നാമം ഉച്ചരിച്ച് പടിയിറങ്ങുന്നവന്റെ അടുത്തുനിന്ന് പിശാചുക്കൾ ഇറങ്ങി ഓടുമെന്നതാ ഹദീസ്. പിന്നെ അവനെ പിന്നാലെ കൂടാൻ കൂടില്ല. ഇതൊന്നും ചെയ്യാൻ മടിക്കുന്ന, മൊബൈൽ തോണ്ടി ഇറങ്ങി സംസാരിച്ച് ഇറങ്ങി ബാക്കി എല്ലാ സെക്യൂരിറ്റിയും നോക്കി ഇറങ്ങുന്ന മനുഷ്യരെ, നമുക്കുള്ള സെക്യൂരിറ്റി ഇതാണ്. പടച്ചവനിൽ തവക്കുലാക്കാണ്. പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോ നമ്മൾ എത്ര പേരാ ശ്രദ്ധിച്ചത്? ഒരു സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിരുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അത് കഴിഞ്ഞാൽ 2-3 പ്രാർത്ഥനകളുണ്ട്. ചില ഹദീസുകളിൽ കാണാം അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഇതെങ്ങാനും ഒരു വ്യക്തി പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥിച്ചാൽ ഹുഫിള മിന്നീ സായിറൽ യൗം, പിശാചുക്കൾ പറയുമത്രേ ഈ ദിവസം മുഴുവൻ നീ എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പിന്നാലെ ഇനി ഞാനല്ല. അത്രക്ക് അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അല്ലാഹു തആല നിശ്ചയിച്ച ഒരു സംരക്ഷണമാണ് എന്നർത്ഥം. എന്തിനേറെ പറയുന്നു, പണ്ട് കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഉമ്മയും വാപ്പിയും വൈകുന്നേര സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയും ഈ സമയത്ത് പോണ്ട, ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. ഏതാ സമയം? ആ വൈകുന്നേരം സന്ധ്യാസമയത്ത്. നമ്മുടെ ഇതര മതവിശ്വാസികൾ പോലും ഏറെ ഭയപ്പെടുന്നുവെങ്കിൽ നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് ഇദാ കാന ജുൻഹുൽ ലൈൽ, രാത്രി അതിന്റെ ചിറക് വിരിച്ചു തുടങ്ങിയാൽ, ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ, ഔ അംസൈതും വൈകുന്നേരം അതിന്റെ ശോഭയിലെത്തിയാൽ, ഫകുഫൂ സിബിയാനക്കും നിങ്ങളുടെ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെയൊക്കെ വീട്ടിൽ അടച്ചിടണം. പുറത്തു കൂടെ കളിക്കാൻ വിടരുത്, കടയൊക്കെ ഇറക്കി വിടരുത്, സൈക്കിളും കൊടുത്ത് അങ്ങാടി കൂടെ വിടരുത്. ഫകുഫൂ സുബിയാനക്കും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വീട്ടിൽ ഒതുക്കി നിർത്തണം. ഫഇന്ന ശൈത്വാന യന്തശിറു ഹീനഇദിൻ, ആ സമയങ്ങളിൽ പിശാചുക്കൾ വിഹരിക്കുന്ന സമയമാണ്. ഫഇദാ ദഹബ സാഅത്തും മിനൽ ലൈൽ, അല്പസമയം അങ്ങ് കഴിഞ്ഞു പോയാൽ ഫഖല്ലൂഹും, പിന്നെ നിങ്ങൾക്ക് അവരെ പുറത്തേക്ക് വിടാം. ഇശായിനോടനുബന്ധിച്ച സമയമൊക്കെ ആയി കഴിഞ്ഞാൽ മാറ്റി നിർത്താം. ആ ഒരു മഗ്രിബിൻ്റെതായ ഒരു ശോഭയും അത് നിറഞ്ഞു നിൽക്കുന്ന മഗ്രിബിന് ശേഷമുള്ള ആ ഒരു സമയമുണ്ടല്ലോ, ശയാത്തീനുകൾ വിഹരിക്കുന്ന സമയമാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കാൻ അവിടെ പോലും നബിതങ്ങൾ പറഞ്ഞു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ 3 കാര്യങ്ങൾ ചെയ്യാതെ എഴുന്നേൽക്കാൻ പാടില്ല. 1 ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനെന്ന് പ്രാർത്ഥിക്കലാണ്. 2 വുളു ഉണ്ടാക്കലാണ്. 3 നിസ്കരിക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്ര ചെയ്താലും എന്തൊക്കെ കച്ചവടം ചെയ്താലും ഒരു ബർക്കത്തില്ല. എന്തേ? ഈ 3 കാര്യം നമ്മൾ രാവിലെ പതിവുണ്ടോ? നമ്മുടെ കുട്ടി എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, ഒരു ഉയർച്ചയുണ്ടാവില്ല. ഈ 3 കാര്യങ്ങൾ പ്രഭാതം മുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്, അവന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത്. അതേപോലെ ഉലമാക്കന്മാർ കൊടുത്ത മറ്റൊരു കാര്യമാണ് സംഘമായി നിൽക്കുക. അങ്ങ് പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കണേ ഒന്നുമില്ല.
അയാൾ ഒറ്റയാനാണ്. അയാൾ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാവില്ല, ജനസേവന മേഖലകളിൽ ഉണ്ടാവില്ല, പ്രബോധന മേഖലയിൽ ഉണ്ടാവില്ല. അയാൾ ഒരു ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പ്രബോധന കാര്യമായാലും നമസ്കാരത്തിന്റെ കാര്യമായിരുന്നാലും ഒക്കെ ഇതൊന്ന് ചേർത്ത് വെച്ചാൽ മതി. ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘമായി ചേരുക, സംഘത്തിന്റെ കൂടെയാവുക, ഒറ്റക്ക് നിൽക്കാതെ സംഘടിച്ച് നിൽക്കുക. ഫഇന്നമാ യഅകുലു الذئب القاصിയ, ഒറ്റക്ക് നിൽക്കുന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വേട്ടയാടുന്ന പോലെ, ചെന്നായ പിടിക്കുന്ന പോലെ പിശാച് നാട്ടിലും അങ്ങാടികളിലും ഒറ്റക്ക് നിൽക്കുന്നവനെ വേട്ടയാടും. ഇങ്ങനെ തോന്നിപ്പിക്കും, ആ പള്ളി ശരിയല്ല, ആ കമ്മിറ്റി ശരിയല്ല, ഖത്തീബ് ശരിയല്ല, നാട്ടുകാരും ശരിയല്ല, ഞാനാണ് ശരി. ഇങ്ങനെ അവന്റെ മുമ്പിൽ ഇങ്ങനെ കുറെ നല്ല നല്ല ഇങ്ങനെ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വരും. ഇത് കേൾക്കണ ഏതെങ്കിലും ഇതേപോലെ ഒറ്റക്ക് മൂലക്കിരിക്കണോ ചെവി പറഞ്ഞു കൊടുക്കും, ശരി തന്നെ. എന്നിട്ട് പിന്നെ ഓലി ഇങ്ങനെ രണ്ടാൾപ്പാട് രണ്ട് പിന്നെ കൂറ്റി കൂടും. പിന്നെ ഓലി ഇരുന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പ്രശ്നക്കാരാക്കി ചിന്തികരിക്കും. അങ്ങനെ ആളുണ്ടാക്കി ശയാത്തീനുകളുടെ വിവിധങ്ങളായ വകുപ്പുകളായി മാറി സമൂഹത്തിലും മഹല്ലുകളിലും കുടുംബങ്ങളിലും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ കൂട്ടത്തിൽ നന്മയിൽ സത്യവാന്മാരുടെ കൂടെ ചേർന്ന് സംഘടിച്ചു നിൽക്കുക എന്നത് നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്. ചെറിയ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹുവിന്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ സ്വർഗമാകുന്ന ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നതിനെയെല്ലാം വെരിഞ്ഞു മുറുകി മാറ്റിവെച്ച് സത്യത്തിന്റെ പാതയിൽ അടിയുറച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലായി ചേരാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഉറപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിന്റെ 15-ാമത്തെ ആയത്ത് മുതൽ 17-ാമത്തെ ആയത്ത് വരെ വീട്ടിൽ പോയി ഇരുന്ന് പരിഭാഷയെടുത്ത് അർത്ഥം വെച്ച് വായിക്കേണ്ടുന്ന 2 ഭാഗമുണ്ട്. ഒരു കുടുംബമായി മക്കളായി ജീവിക്കുന്ന എല്ലാ വാപ്പാരും വായിക്കേണ്ട 2 ആയത്ത്. വിവാഹം കഴിഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കേണ്ട ആയത്ത്. 2 മക്കളുണ്ടാകും നമ്മുടെ നാട്ടിൽ. അതിൽ ഒന്നാമത്തേത് ഖുർആൻ പറയാണ്, അവന്റെ ഉമ്മ അവൻ ഒരുപാട് പ്രയാസപ്പെട്ട് ഗർഭം ചുമന്ന് അവനെ മുലയൂട്ടി അതെല്ലാം പൂർത്തിയാക്കിയ ഒരു മകൻ ഒരുപാട് വയസ്സ് 40 കഴിഞ്ഞപ്പോൾ അവൻ നല്ലൊരു മകനായി മാറി. അവൻ പ്രാർത്ഥിക്കുമത്രേ, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. 40 കഴിഞ്ഞ ഈ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേരാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടിട്ടുള്ളത്? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. റബ്ബേ, എനിക്ക് തന്ന നിഅമത്തുകൾക്ക് നന്ദിയുള്ളവനാക്കി മാറ്റണം എന്നെ. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുത്ത എല്ലാ നിഅമത്തിനും നന്ദിയുള്ളവരാക്കി മാറ്റണം. വഅന്നഅമല സാലിഹൻ തർദാ, നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും സഹായിക്കണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളെ എല്ലാം എനിക്ക് നന്നാക്കി തരണേ പടച്ചോനെ. ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ പശ്ചാത്തപിക്കുന്നു, ഞാനൊരു നല്ല മുസ്ലിമീങ്ങളിലായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നല്ല മകന്റെ ഉദാഹരണം പറയാ. ഇത് പറഞ്ഞിട്ട് അള്ളാന്റെ ഖുർആൻ പറയാണ്, ഇങ്ങനത്തെ ഒരു മകനാണെങ്കിൽ, ഇത്തരത്തിലുള്ള മക്കളുണ്ടെങ്കിൽ, ഉലൈക നതഖബ്ബലു അൻഹും, അവരിൽ നിന്ന് കർമ്മങ്ങൾ നാം സ്വീകരിക്കും. വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ നാം പുറത്തു കൊടുക്കും.
അതേപോലെ തന്നെ അവർക്ക് സ്വർഗത്തിൽ നാം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ സ്വർഗം ലഭിക്കുന്ന ഒരു മകനെ കുറിച്ച് അവിടെ പറയും. ഒരു രണ്ടാമത്തെ ഒരു മകനെ കുറിച്ച് പറയും. ഇനി മറ്റൊരു മകൻ, അവനെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചില്ല. മദ്രസയിൽ ചേർക്കേണ്ട ഒരു പ്രായം ഉണ്ടായിരുന്നു, അന്ന് മദ്രസ പറഞ്ഞു കൊടുത്തില്ല. വാപ്പിയും ഉമ്മയും ചേർന്നിരുന്ന് അദബ് പഠിപ്പിക്കേണ്ട ഒരു പ്രായം ഉണ്ടായിരുന്നു, അന്നും ശ്രദ്ധിച്ചില്ല. നല്ല നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട്, വലിയ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പുതിയ പുതിയ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ നല്ല ടെക്നിക്കൽ സ്കില്ലുള്ള ആളാണ്. ഒരു ദിവസം ഇവൻ റമദാനിൽ നോമ്പ് നോൽക്കണില്ല. ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവം, ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു മകൻ വീട്ടിൽ വന്നിട്ട് 3 നേരം ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി ചെന്ന് ചോദിച്ചപ്പോ ഓനെ എന്നോ മതം വിട്ടിട്ടുണ്ട്. ബാംഗ്ലൂർക്കാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോണ ആൾക്കാർ പിന്നെ അവിടെ എത്തിയിട്ട് ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്? ഇനി ഈ മകൻ ഇവിടെ എത്തിയ സമയത്ത് അവസാനം പറയാണ്, പിന്നെ അവനോട് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ്, വിശ്വാസികൾക്കല്ലേ നോമ്പുള്ളൂ, എനിക്കിപ്പോ അതിന്റെ ആവശ്യമുള്ളത്? ഇതേപോലെ ചെയ്യേണ്ട പ്രായത്തിലും കൊടുക്കേണ്ട പ്രായത്തിലും കൊടുക്കേണ്ടത് കൊടുക്കാതെ പോയ ഒരു മകനെ പറ്റി പറയാം. അവസാനം ഇത്തരത്തിലുള്ള മക്കളെടുത്ത് നിന്നിട്ട് വാപ്പാരെ ഉപദേശിക്കാൻ ചെല്ലാണ് 25-ാമത്തെ വയസ്സിൽ. മോനേജി നല്ല കുട്ടിയാവണം, മോനേജി നിസ്കരിക്കണം, മോനെ വാപ്പാന്റെ സ്വന്തം ചക്കരക്കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കുക. ആയത്ത് പറയണേ, വല്ലദീ ഖാല ലിവാലിദൈ, ഒരു മകൻ വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഉഫ്ഫിൽ ലകുമാ, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ. എന്ത് വഅദാങ്ങൾ ഈ പറയണത്? എന്ത് മതോ, പരലോകോ, സ്വർഗോ? ഉഫ്ഫിൽ ലകുമാ, നിങ്ങൾക്ക് നാശം. അതഇദാനനി അൻ നുഖ്റജ വഖദ് ഖലത്തിൽ ഖുനൂനു മിൻ ഖബ്ലി, ഞാൻ ഇപ്പൊ പോകുന്ന ഈ റൂട്ടിൽ നിന്ന് എന്നെ മാറ്റാൻ നോക്കുകയാണോ നിങ്ങൾ? എന്റെ മുമ്പ് ഇവിടെ എത്ര ആൾക്കാർ ജീവിച്ചു പോയി, ഓലൊക്കെ നിസ്കരിച്ചോലാണോ? ഓലൊക്കെ ഇവിടെ വലിയ നിസ്കാരക്കാരും വലിയ ഭക്തന്മാരും ഒക്കെ ആയിരുന്നോ? എന്തിനാ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? വഹുമാ യസ്തഗീസാനില്ലാ, ഈ സമയത്ത് ഈ ബാപ്പയും അമ്മയും അള്ളാഹിനോട് സഹായം ചോദിക്കുകയാണ്. പടച്ചോൻ എന്റെ കുട്ടിനെ നന്നാക്കി തരണം, പടച്ചോനെ നല്ലൊരു മകനാക്കി തരണമെന്നവർ സഹായം ചോദിക്കുകയാണ്. എന്നിട്ട് മകനോട് ചെന്നിട്ട് പറയാണ്, വൈലക്ക് മോനെ, നിനക്ക് നാശം. ഞങ്ങൾ ഇതിനൊന്നുമല്ല നിന്നെ വളർത്തിയത്, ഇതൊന്നുമല്ല നിന്നിൽ പ്രതീക്ഷിച്ചത്. വൈലക്ക്, നിനക്ക് നാശം. ആമീൻ, നീ ഒന്ന് വിശ്വസിക്ക് മോനെ. അള്ളയുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ടെന്നൊക്കെ ഒന്ന് മോനെ നീ വിശ്വസിക്ക്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാന്റെ വാഗ്ദാനം സത്യമാണ് മോനെ. എന്തൊരു ഉപദേശം! കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമെങ്കിൽ എത്ര നല്ല ഉപദേശമാണ്. മോനെ, അള്ളാന്റെ വാഗ്ദാനം ഉറപ്പാട്ടോ, അത് സംഭവിക്കട്ടോ. പക്ഷേ മകൻ ഒരുപാട് വളർന്നു, ഒരുപാട് ഉയർന്നു. ഫയഖൂലു, അവൻ വന്നിട്ട് പറയും, മാഹാദാ ഇല്ലാ സാതീറുൽ അവ്വലീൻ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറും തള്ളു കഥകളാണ്, നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നതൊക്കെ കെട്ടുകഥകളാണ്, നിങ്ങൾ ഈ പറയുന്ന നരകത്തിന്റെ ശിക്ഷയൊക്കെ വെറുതെ പേടിപ്പിക്കുകയാണ്. അവൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിയാൽ ഇന്നഹും കാനൂ ഖാസിരീൻ, അവർ നഷ്ടത്തിലാണ്. അത്തരം മക്കൾ വളർന്നു വന്നാൽ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രായമനുസരിച്ചുകൊണ്ട് അവരുടെ ദീനി തലത്തെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ കാല, അവധിക്കാല മതപഠന ക്ലാസ്സുകൾ നടക്കുന്നു. നമ്മളാണ് നമ്മുടെ കുട്ടിയുടെ പേര് നൽകേണ്ടത്. മദ്രസയിലേക്കുള്ള അപേക്ഷാ ഫോം കൊടുക്കേണ്ടുന്ന നമ്മുടെ സ്കൂളിന്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും CBSE ഒക്കെ പല കാരണം പറഞ്ഞുകൊണ്ട് മദ്രസ എന്നത് മറന്നു പോകുമ്പോ പുതിയ തലമുറയിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ ഒരു അടിസ്ഥാന കാരണം നമ്മൾ പഠിക്കണം. KG ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ നമ്മുടെ മദ്രസയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ഈ സമയം അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ശരിയായ രൂപത്തിൽ കുടുംബത്തിന് വേണ്ടുന്ന തർബിയത്ത് കൊടുക്കുന്ന ഒരു ചുമതലാ ബോധം ഏറ്റെടുക്കുന്ന കുടുംബനാഥനായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു എല്ലാവിധ സഹായവും അതിനുള്ള മഹത്തായ തൗഫീഖും നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ, അദ്ദേഹത്തിന്റെ മകൻ, 2ാമത്തെ മകൻ 15 വയസ്സുള്ള ഹനീൻ കാർഡിയാക്ക് അറസ്റ്റ്
അറസ്റ്റ് സംഭവിച്ച് ഗൾഫ് രാജ്യത്തെ ഒരു ഹോസ്പിറ്റലിൽ ICUവിൽ വെന്റിലേറ്ററിലാണ്. 15 വയസ്സുള്ളൊരു മകനാണ്. അദ്ദേഹത്തിന്റെ ആ മകന്റെ പൂർണ്ണമായ ശിഫക്ക് വേണ്ടി ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ ഒരു മകന് സംഭവിച്ചതുപോലെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വകാര്യ വേളകളിലൊക്കെ പ്രാർത്ഥിക്കുക. അല്ലാഹു പൂർണ്ണമായ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്രയും വേഗത്തിൽ ശിഫയോടുകൂടെ കരുത്തായി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ നമ്മുടെ ആദർശ സഹോദരന്റെ ഭാര്യ പ്രഗ്നൻസിന്റെ സ്റ്റാർട്ടിംഗ് ഘട്ടത്തിൽ വേറെ പ്രയാസപ്പെടുകയും ബ്ലഡ് കോട്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇഖ്റ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ്. ആ കുടുംബം ഏറെ പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു എത്രയും വേഗത്തിൽ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ആ സഹോദരിക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാം സഹായിക്കാറുണ്ട്, സഹകരിക്കാറുണ്ട്. ചൂടുപിടിച്ച ഈ കാലത്തും നമ്മുടെ AC കൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്രയോ പേർ ഇവിടെ വന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഫാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നവും ആരും പറയാറില്ല. നമ്മുടെ പള്ളി നിലനിർത്തിക്കൊണ്ട് ഒരു അങ്ങാടിയിൽ ഒരു പള്ളിക്കുണ്ടാകുന്ന സ്ഥാനം എത്രയാണെന്ന് ആരും തിരിച്ചറിയേണ്ടതില്ല, ആരെയും പഠിപ്പിക്കേണ്ടതുമില്ല. നന്നായിട്ട് ഇതിനോടൊക്കെ ആത്മാർത്ഥമായി സഹകരിച്ചും പ്രാർത്ഥിച്ചും കൂടെ നിൽക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവെക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുന്നവരെ എല്ലാം അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സാമ്പത്തിക മേഖലകളിലും എല്ലാ ജീവിത മേഖലകളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുവെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികൾക്ക് ശിഫ നൽകണമേ. അള്ളാഹുവെ പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണമേ. ഗൾഫ് രാജ്യങ്ങളിലെ ഞെട്ടിക്കുന്ന വാർത്തകളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ക്ഷമയോടെ ആശ്വാസത്തോടെ ജീവിക്കാനും അവർക്ക് നിർഭയത്വത്തോടെ സമാധാനമായി പുറത്തിറങ്ങി നടക്കാനും നീ ഒരു വേഗത്തിലുള്ള തീരുമാനം നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റി സമാധാന ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. പിശാചുക്കളുടെ ശയാത്തീനുകളുടെ ഷർറുകളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.